ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ്, ഇതാണ്, ഇതാണ് പറഞ്ഞ ആള് കാശ്മീരി മാത്രമേ പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഓനിവിടെ ലക്ഷദ്വീപിൽ വന്നിരുന്നെങ്കിൽ ഒന്ന് മാറ്റി പറഞ്ഞേനെ. കഴിഞ്ഞ കുറേ കാലമായി കൊച്ചി നഗരത്തിൽ വളരെ സന്തോഷത്തോടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ലക്ഷദ്വീപ് ട്രാൻസ്ഫർ കിട്ടുന്നത്. ബൈക്ക് യാത്രകളിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന എനിക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. പക്ഷെ അതിനൊരു കാരണം കൂടെയുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് പ്ലാൻ ചെയ്ത് പാളീസായി പോകുന്ന എൻ്റെ ലഡാക്ക് റൈഡ് എന്നൊരു സ്വപ്നം. ജീവിതത്തിൽ തിരിച്ചടികൾ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന എനിക്ക് ഇതൊരു പുത്തരിയല്ല. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വന്ന് എത്തിയിരിക്കുന്നത് ആൻഡ്രോത്ത് എന്നൊരു ചെറിയ സ്വർഗത്തിൽ തന്നെയാണ്. പ്രകൃതി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ സ്ഥാനത്താണെന്ന് വിശ്വസിക്കുന്ന നമ്മൾ മലയാളികൾ പടിഞ്ഞാറ്റ് കിടക്കുന്ന ലക്ഷദ്വീപുകളിലെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ അല്ലെങ്കിൽ മറന്നുപോയതാണോ? എനിക്ക് തോന്നുന്നത് കാണാത്തത് കൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ സന്തോഷവും സമാധാനവും സാഹോദര്യം എന്ന ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്നുള്ളത് ഈ ദ്വീപ് തന്നെ നമ്മളെ പഠിപ്പിച്ചേനെ. സമുദ്രനിരപ്പിൽ തെങ്ങുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ചെറിയ സ്വർഗത്തിൽ നിന്നും പല 1000 അടി ഉയരത്തിലുള്ള ലഡാക്ക് താഴ്വാരം എന്ന് പറയുന്ന വേറൊരു സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് തിടുക്കമായി. സോ ഇറ്റ്സ് ടൈം നൗ ടു സ്റ്റാർട്ട് a beautiful little journey. ഈ സീസണിലെ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ആൻഡ്രോ ദ്വീപിൽ ശക്തമായി വീശുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ കാരണം ഇന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന കപ്പലിൻ്റെ സമയം മാറ്റി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഈ ദിവസങ്ങളിൽ കപ്പലിനായി കാത്തിരുന്ന നേരം കുടിച്ചു തീർത്ത ചായയുടെ ഒരു കണക്കുമില്ല. അതുകൊണ്ട് ഒഴിവു സമയങ്ങളിൽ ഞാൻ വന്ന് കടലിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. കാത്തിരിപ്പിനേക്കാൾ വലിയൊരു വേദന ഇല്ല എന്നുള്ള സത്യം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. വരാനുള്ളത് ഒരു കപ്പലാണെങ്കിലും അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ തിരിച്ചു വരുന്നതാണെങ്കിലും രണ്ടും ഒരേപോലെ തന്നെയാണ്. അങ്ങനെ കാത്തിരിപ്പിന് ഒരു പൂർണ്ണ വിരാമമായി. 5 ദിവസങ്ങൾക്ക് ശേഷം കപ്പൽ കരയ്ക്കടുത്തു. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫിലിയോ ആൻഡ് വിലി. സാധാരണഗതിയിൽ ഞാൻ എൻ്റെ എല്ലാ വ്ളോഗ്സും ഹിന്ദിയും ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് വരുന്ന 2 ഭാഷകൾ എനിക്ക് അതാണ്. സ്വന്തം ഭാഷയായ മലയാളം കുറച്ച് കോൺഫിഡൻസ് കുറവ് കാരണം ഞാൻ ആ വ്ളോഗിങ് ഒരിക്കലും ആ ലാംഗ്വേജ് ചെയ്യാതിരുന്നതാണ്. പക്ഷേ ദിസ് സീരീസ്, ഈ ലക്ഷദ്വീപ് ടു ലഡാക്ക് സീരീസ് ഇസ് വെരി ഡിയർ ടു മീ. കുറേ വർഷത്തെ പ്ലാനിങ്ങും കുറേ വർഷത്തെ പെയിനും കുറേ വർഷത്തെ റിജക്ഷനും എല്ലാം സഹിച്ചിട്ടാണ് ഈ ഒരു വർഷം അത് പൂവണിയാൻ പോകുന്നത്. ടുഡേ ദ 6th of August, 1-ാം തീയതിയായിരുന്നു ഇവിടുന്ന് യാത്ര തിരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ദ ഷിപ്പ് നെവർ മെയ്ഡ് ഇറ്റ്. സോ ദിസ് ജേർണി ഈസ് ആക്ച്വലി മൈ എക്സ്പീരിയൻസ് ട്രാവലിംഗ് ഫ്രം ആൻഡ്രോത്ത് ഇൻ ലക്ഷദ്വീപ് ടു കേരള, കൊച്ചി. അവിടെയാണ് എൻ്റെ ബൈക്ക് ഇരിക്കുന്നത്. സോ ബൈക്ക് പിക്കപ്പ് ചെയ്യണം, ബൈക്കിൽ ചില മോഡിഫിക്കേഷൻ ഉണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് വി സ്റ്റാർട്ട് അവർ ജേർണി ടു ലേ ലഡാക്ക്. ബിഫോർ വി സ്റ്റാർട്ട് അവർ ജേർണി വെരി മിനിമൽ പാക്കിങ്ങേ ഉള്ളൂ ഫ്രം ലക്ഷദ്വീപ്, ബിക്കോസ് ബാക്കിയെല്ലാം വീട്ടിൽ കൊച്ചിയിൽ ഇരിക്കുകയാണ്. ചെറിയൊരു ബാഗ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് വിത്ത് എസെൻഷ്യൽസ്. ഫിഷിംഗ് റോഡിൻ്റെ ചില ഇഷ്യൂസ് ഉണ്ട്. ദ ഡ്രോൺ ഈസ് ഔട്ട് ദെയർ. ദ റെസ്റ്റ് ആർ ഓൾ ജസ്റ്റ് ഈറ്റബേഴ്സ് ഓൺ ദ റൂട്ട്. It's going to be a 12-hour journey from Andhra to Kochi, short distance of around 150 nautical miles. അത്രയേ ഉള്ളൂ. So once we reach there, we'll get on to the house and see how the bike even looks like. അതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. 2-2.5 മാസമായിട്ട് ബൈക്ക് അവിടെ നിൽക്കുകയാണ്, വിത്തൗട്ട് ഇറ്റ്സ് ഓണർ, വിത്തൗട്ട് ഇറ്റ്സ് റൈഡർ. സോ ഇതാണ് MV കോറൽ ഷിപ്പ്. ആക്ച്വലി 3-4 കപ്പലുകളുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിലേക്ക് പോകാൻ തിരിച്ച് വരാനും. ഇത് അതിലൊന്നാണ് MV കോറൽസ്. ലക്ഷദ്വീപ് സീ, കാവറത്തി, ലഗൂൺ, MV ലഗൂൺസ്, ഇങ്ങനെ 3-4 കപ്പലുകളുണ്ട്. അതല്ലാതെ ചില ഹൈ സ്പീഡ് ക്രാഫ്റ്റ്സുകളുണ്ട്. വലിയ പാണി, ചെറിയ പാണി എന്ന് പറഞ്ഞ പേര്, അങ്ങനെ കുറേ പേരുകളിൽ 5-6 അതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഈസ് ദ ഒൺലി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആക്ച്വലി ഈ ഐലൻഡ്സിനും കേരളത്തിനും തമ്മിലുള്ളത്. എപ്പോഴെങ്കിലും നമ്മൾ നാട്ടിലേക്ക് പോകണം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഒന്നും ടിക്കറ്റും ഷിപ്പൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു കപ്പൽ യാത്രയ്ക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് തന്നെ 15 ദിവസം മുമ്പ് കറക്റ്റ് 9 മണിക്കൊക്കെയാണ് ബുക്ക് ചെയ്തത്.
ആക്ച്വലി കോറൽസിലേക്ക് എൻ്റെ കൂടെ യാത്ര ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നതും MV കോറൽസിലായിരുന്നു. സോ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകുന്ന ഒരു ക്യാബിൻ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ ട്രാവലിംഗ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, ബങ്ക് ക്ലാസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ക്ലാസ്സുകളുണ്ട് ഫോർ ട്രാവലിംഗ്. MV കോറൽസിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് കേബിൻ എന്ന് പറയുമ്പം കാണുമ്പോൾ ഇതുപോലെ ആയിരിക്കും. സോ ദർ ആർ 2 സെപ്പറേറ്റ് ബെഡ്സ്, 2 ഡിഫറെൻറ്റ് പാസഞ്ചേഴ്സ് എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു മാഡമാണ് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. സോ ഐ വിൽ ബി യൂസിങ് ദിസ് ബെഡ്. അതല്ലാതെ കംഫർട്ടബിൾ സീറ്റിങ്ങിന് വേണ്ടി ഒരു സോഫയൊക്കെ ഉണ്ട്, ഒരു ചെയർ ആൻഡ് എ ക്ലോസറ്റ് ഫോർ കീപ്പിംഗ് ഓൾ യുവർ ബാഗേജ്, ലഗേജ് ആൻഡ് എവറിത്തിങ്. അത് മാത്രമല്ലാതെ വെരി ഡീസൻറ്റ് യൂസ് ടോയ്ലറ്റും ഉണ്ട് ഇവിടെ. സോ യാ, വാഷ്റൂം, യു കൻ ടേക്ക് എ ബാത്ത് ഓൾസോ, കുളിക്കാനും പറ്റും. സോ ഓൾ ദീസ് ഫെസിലിറ്റീസ് ഓൾസോ ദെയർ ഹിയർ. സമയം ഇപ്പോൾ 3:45. സോ അറൗണ്ട് 5 മണിയായിരിക്കും യാത്ര ഇവിടുന്ന് തുടരാൻ പോകുന്നത്. നാളെ രാവിലെ ഒരു 6 മണി 7 മണിയോളം കൊച്ചിയിൽ എത്തേണ്ടതാണ്. പക്ഷേ ഡിപ്പെൻഡിങ് അപ്പോൺ ട്രാഫിക് എപ്പോഴാണോ ഷിപ്പ് കരയ്ക്കടുക്കുന്നത് അതൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. സോ മേ ബി അബൌണ്ട് 9 o'clock ഡിസംബാർക്ക് ചെയ്യാൻ പറ്റും ഷിപ്പിൽ നിന്ന്. ഡിസംബാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഐലൻഡിൽ ഇറങ്ങുമ്പോൾ തന്നെ മേ ബി ഇറ്റ് വിൽ ബി അറൗണ്ട് 9:30 10. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു ചെറിയൊരു കൗതുകരമായ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ MV കോറൽസിലാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു 10 ദിവസത്തിൽ 1 or 2 കപ്പലൊക്കെയാണ് ആൻഡ്രോത്തിലേക്ക് അടുക്കുന്നത്. ഒരാഴ്ചയിൽ ചിലപ്പം 2 കപ്പൽ വന്നൊന്നും ഇരിക്കാം. പക്ഷേ ഒരേ ദിവസം 2 കപ്പൽ വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഇന്നത്തെ ഒരു ദിവസം ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കാണുന്ന കപ്പലിൻ്റെ പേരാണ് MV കവരത്തി. സോ ഇന്നത്തെ ഒരു ദിവസം ആക്ച്വലി 2 കപ്പലുണ്ട് ഫ്രം ആൻഡ്രോ ടു കൊച്ചി. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ആക്ച്വലി ഈ ഷിപ്പ് നേരെ കൊച്ചിക്ക് പോവുകയാണെങ്കിൽ കവരത്തി ഷിപ്പ് പോകാൻ പോകുന്നത് ഇവിടുന്ന് അഗത്തി, കടമ്പത്ത് അങ്ങനെ കറങ്ങി ആണ് ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിക്ക് മറ്റന്നാളായിരിക്കും രാവിലെ അവരവിടെ എത്താൻ പോകുന്നത്. കാരണമൊന്നുമില്ല, വി ഹാഡ് ചേഞ്ച് ഇൻ ഷെഡ്യൂൾ. 1-ാം തീയതി പോകേണ്ട ഈ കപ്പൽ ഇന്ന് 6-ാം തീയതിയാണ് പോകുന്നത്. സോ ഡിലേ ആയതാണ് ഇങ്ങനെ ഒരു മാച്ചിങ് വന്നത്. സോ ഇന്നത്തെ എൻ്റെ റൈഡ് ആൻഡ്രോത്ത് ഐലൻഡിൽ നിന്നുള്ളത് MV കോറൽസിലാണ്. സോ ദർ യു ഹാവ് MV കവരത്തി ആൻഡ് ദ ബ്യൂട്ടിഫുൾ MV കോറൽ ഷിപ്പ്. ഇതാണ് ആക്ച്വലി വ്യൂയിങ് ഡെക്ക്. ഇവിടെ നിന്നാണ് എല്ലാം നമ്മൾ കാണേണ്ടത്. സോ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ഷിപ്പ് സ്റ്റാർട്ട് ഓഫ്. അത് കഴിഞ്ഞിട്ട് കൊച്ചി. അങ്ങനെ സമയം 5:15 മണി കഴിഞ്ഞപ്പോൾ കപ്പൽ തീരത്തും നകന്നു തുടങ്ങി. ജീവിതത്തിൽ പലതവണ കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, വളരെയധികം സന്തോഷം തോന്നുന്നു. എൻ്റെ ആൻഡ്രോ ദ്വീപിനും വിട പറയാൻ സമയമായി. കപ്പൽ പയ്യെ കടലിലേക്ക് നീങ്ങിത്തുടങ്ങി. ശാന്തമായിരുന്ന എൻജിൻ ജീവന് വെച്ചതുപോലെ അസൂയയോടെ കവരത്തി കപ്പൽ ഞങ്ങളെ നോക്കി നിന്നു. അവനും ഇരിക്കട്ടെ പതുക്കെ ഒരു ഗുഡ് ബൈ. വിശാലമായ ഈ കടലിൽ ഞാനും ഈ കപ്പലും എത്ര തുച്ഛമായതെന്ന് ഓർത്തുപോകുകയാണ്. അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ രാത്രി എത്രയും പെട്ടെന്ന് കടന്നു പോകണമെന്നാണ് പ്രാർത്ഥന. പ്രതീക്ഷയോടെ നാളത്തൊരു പുലരിക്കായി കാത്തിരിക്കുന്നു.